ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈസ്റ്റർ ദിനത്തിൽ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ തീർച്ചയായും നാം ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മുമ്പിൽ പോയി ഒരല്പസമയം പ്രാർത്ഥിക്കും. ഈ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മുമ്പിൽ അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ തിരുസ്വരൂപത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ആ തിരുസ്വരൂപം വിശുദ്ധവാരത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനാകുമോ എന്നെനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ ഉത്ഥാനം ചെയ്ത തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടെ നിൽക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധവാരത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ്. വിശുദ്ധവാരത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം അതിൽ നിന്ന് ലഭിക്കാൻ പറ്റും എന്ന് ഞാൻ പറയാനുള്ള കാരണം ആ രൂപത്തിലുള്ള ചില പ്രതീകാത്മകമായിട്ടുള്ള ചിത്രീകരണങ്ങളാണ്. തീർച്ചയായും ഈശോയുടെ ഒരു കയ്യിൽ ഒരു വെന്നിക്കൊടി, ഒരു വിജയക്കൊടി, ഒരു പതാക അവൻ കയ്യിലേന്തിയിട്ടുണ്ട്. അത് ഈശോയുടെ രാജകീയ പ്രൗഢിയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ അത് നമുക്ക് പകർന്നു നൽകുന്നത് ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ ഒരു ഓർമ്മയായിരിക്കണം. അതോടൊപ്പം തന്നെ അവൻ്റെ ശരീരത്തിൽ അവിടെയും ഇവിടെയും മുട്ടിയും മുട്ടാതെയും ഇങ്ങനെ ഉലഞ്ഞു കിടക്കുന്ന ഒരു കച്ച നമുക്ക് കാണാൻ സാധിക്കും. അന്തിമ ഭോജനവേളയിൽ പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയതിൻ്റെ ഓർമ്മ, ആ സമയത്ത് അരയിൽ കെട്ടിയ കച്ചയുടെ ഓർമ്മയാണ് ഈ കച്ചയിൽ നിന്നും നാം സ്വന്തമാക്കേണ്ടത്. ആയതിനാൽ അത് പെസഹ വ്യാഴത്തിൻ്റെ ഓർമ്മ നമ്മിലേക്ക് പകർന്നു നൽകുകയാണ്. മൂന്നാമത് അവൻ്റെ ശരീരത്തിലുള്ള 5 തിരുമുറിവുകൾ. ഈ 5 തിരുമുറിവുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ പീഡാനുഭവത്തെയും സഹനത്തെയും മരണത്തെയുമാണ്. അത് നമുക്ക് ദുഃഖവെള്ളിയുടെ ഒരു ഓർമ്മ പകർന്നു നൽകുന്നില്ലേ? ഒടുവിലായി അവൻ്റെ ഈ തിരുസ്വരൂപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് നിലത്ത് സ്വസ്ഥമായി ഉറച്ചു നിൽക്കുന്ന ഒരു രൂപമല്ല, മറിച്ച് അതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് നമുക്ക് നൽകുന്നത് ഉത്ഥാനത്തിൻ്റെ ഒരു പ്രതീതിയാണ്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ഈ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം വിശുദ്ധവാരത്തിലൂടെ കടന്നു വന്ന 4 പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർക്കാൻ പറ്റുന്നില്ലേ? ഈ 4 പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർത്തുകൊണ്ട് ഈശോയുടെ ഉത്ഥാനം ചെയ്ത തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോനാഥൻ നമ്മോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്താണ് എന്ന് എന്നോട് തന്നെ ചോദിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയാണ്: ഈ വിശുദ്ധവാരത്തിലൂടെ കടന്നു പോയ നിനക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഉത്ഥാനം ചെയ്ത തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും? പ്രിയമുള്ളവരെ, ചോദ്യം വ്യക്തിപരമാണ്. അത് നമ്മളോട് ഓരോരുത്തരോടുമാണ്. വിശുദ്ധവാരം പൂർത്തിയാക്കി ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ നമ്മോട് ചോദിക്കുക, എന്തിനാണ് നീ ഈ വിശുദ്ധവാരത്തിലൂടെ കടന്നു പോകുന്നത്? എന്താണ് ഈ വിശുദ്ധവാരം എന്ന് വെച്ചാൽ? എന്താണ് ഈ വിശുദ്ധവാരം കൊണ്ട് നീ അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരു ആത്മപരിശോധന വളരെ അത്യാവശ്യമാണ്. എന്താണ് വിശുദ്ധവാരം? ആ വാരത്തിൽ വിശുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അതിനെ വിശുദ്ധവാരമായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റൊന്നുകൂടെയുണ്ട്. ഈ വിശുദ്ധവാരം എന്നത് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധരാക്കാനുള്ള ഒരു വാരം. അതെ, എനിക്കും നിങ്ങൾക്കും വിശുദ്ധി ആസ്വദിക്കാനുള്ള ഒരാഴ്ചയായി ഈ വിശുദ്ധമായ ആഴ്ചയെ നാം കാണണം. അങ്ങനെയെങ്കിൽ വിശുദ്ധവാരത്തിൻ്റെ പരിസമാപ്തിയായ ഉത്ഥാന തിരുനാളിൻ്റെ അന്ന് നിൽക്കുമ്പോൾ ഉദ്ധിതനോട് നമുക്ക് പറയാൻ പറ്റണം, ഈശോയെ, ഈ വിശുദ്ധവാരത്തിലൂടെ എനിക്ക് കടന്നു വരാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ഒരു വിശുദ്ധ പരിവേഷം ആസ്വദിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുക. ആ സമയത്ത് ഈശോ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ഉയർത്താൻ പരിശ്രമിക്കും. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ പലരും, മുതിർന്ന ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ
വലിയ മനുഷ്യരെ നാം ഉയർത്താറില്ല. ഉയർത്തിയാൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഈശോനാഥൻ വലുപ്പമുള്ള ദൈവം, നമ്മളെക്കാളൊക്കെ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഈശോ നമ്മളെ ഇങ്ങനെ ഉയർത്തി നോക്കിയിട്ട് ഞാൻ വിശുദ്ധ പരിവേഷം സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോവുക. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരേ ഒരു ഭാരം, അത് പാപഭാര. അതുകൊണ്ട് ഈശോ ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മളെ നോക്കി പറയും, നീ വിശുദ്ധ പരിവേഷം സ്വന്തമാക്കിയിട്ടുണ്ട്, നീ വിശുദ്ധ പരിവേഷം സ്വന്തമാക്കിയിട്ടില്ല. പ്രിയമുള്ളവരെ, നീ വിശുദ്ധ പരിവേഷം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന സ്നേഹത്തോടു കൂടെ ഈശോയ്ക്ക് നമ്മോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിശുദ്ധമായ ആഴ്ചയായിരുന്നു ഞാൻ പിന്നിട്ടത് എന്ന ആത്മപരിശോധന ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നടത്താൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, 4 പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയാണല്ലോ നാം കടന്നുപോയത്. ഈ 4 പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ 4 പ്രതീകങ്ങൾ ഈശോ ഉപയോഗിക്കുന്നുണ്ട്. 1 കഴുത, 2 കൂടാരം, 3 കുരിശ്, 4 കല്ലറ. ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് അവൻ കഴുതയെ കടം ചോദിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആഘോഷിക്കാൻ വേണ്ടി മാളികമുറി, അപ്പർ റൂം, എളുപ്പത്തിന് കൂടാരമെന്ന് പറഞ്ഞു എന്ന് മാത്രം. 3 കുരിശ്, 4 കല്ലറ. പ്രിയമുള്ളവരെ, ഈ 4 പ്രതീകങ്ങൾ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കാം. കഴുത, വിഴുപ്പ് ചുമക്കാൻ വിധിക്കപ്പെട്ടവൻ, ഭാരം ചുമക്കാൻ വിളിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് ഈശോ വചനത്തിലൂടെ നമ്മോട് പങ്കുവച്ചിട്ടില്ലേ? ഞാൻ നിങ്ങളുമൊക്കെ ഭാരം വഹിക്കുന്നവരാണോ? അതെ, നമുക്ക് നമ്മുടേതായ ഭാരങ്ങളുണ്ട്. അനുദിന ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങൾ, അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാകാം, നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയാകാം, നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാകാം, എന്തു തന്നെയാണെങ്കിലും നമ്മളുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഭാരം വഹിക്കുന്നവരാണ്. നമ്മൾ ഭാരം വഹിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ആ ഭാരം വഹിക്കുന്നത് മൂലം മറ്റുള്ളവർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ അഭിനന്ദിക്കാറില്ല. കാരണം ഞാൻ എൻ്റെ കടമയാണ് നിർവഹിക്കുന്നത്. അങ്ങനെ കടമ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലേക്ക് നിരാശ വരാനുള്ള സാധ്യതയില്ലേ? കാരണം രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അത് കുടുംബത്തിന് വേണ്ടി പുറത്തു പോയി കഷ്ടപ്പെടുന്നവരാകാം, വീട്ടിൽ തന്നെ അടുക്കളയിൽ കഷ്ടപ്പെടുന്നവരാകാം, അതുമല്ല എങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടി, നല്ല വിജയത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിനികളാകാം, വിദ്യാർത്ഥികളാകാം. എന്തു തന്നെയാണെങ്കിലും അനുദിന ജീവിതത്തിൽ ഭാരം വഹിക്കുന്നവരാണ് നമ്മിൽ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ആ ഭാരം അത് കർത്താവിന് കൊടുക്കാം. ആ ഭാരത്തിന് കർത്താവ് നൽകിയ പേരാണ് കഴുത. ആ കഴുതയെ തമ്പുരാന് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന ഓരോ പ്രവൃത്തികൾക്കും അത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക്, അപ്പന്, അമ്മയ്ക്ക്, മകന്, മകൾക്ക്, സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, മറിച്ച് അതെൻ്റെ ക്രിസ്തുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് ഈ ഒരു സമർപ്പണത്തിലൂടെ കടന്നു വരാൻ സാധിക്കുമെന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്നുണ്ട്. 2, ഈശോ തൻ്റെ ശിഷ്യന്മാരോടു കൂടെ ഭക്ഷണത്തിനിരിക്കാൻ വേണ്ടി ഈശോയ്ക്ക് ഒരു മാളിക മുറി വേണമായിരുന്നു. അവന് സ്വന്തമായിട്ടില്ലായിരുന്നു. അവനത് ചോദിച്ചു, ഒരാൾ അത് വിട്ടുകൊടുത്തു. ഈ മാളിക മുറി അത് എൻ്റെ വീടിൻ്റെ പ്രതീകമാണ്. ഈശോ നമ്മിൽ നിന്നും ഒരിടം, നമ്മുടെ വീട്ടിൽ നിന്നും ഒരു ഇടം ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ കടം ചോദിക്കുന്നുണ്ട്. ഈശോയ്ക്ക് കൊടുക്കാൻ നാം തയ്യാറാണോ? പ്രിയമുള്ളവരെ, 33 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും ഒരിടം തേടി അലഞ്ഞതാ എനിക്ക് പിറക്കാൻ വേണ്ടി. അന്ന് ആരും കൊടുത്തില്ല. നീണ്ട 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരിടം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എനിക്കൊരിടം തരാമോ? ഒരു പ്രാർത്ഥനാ മുറി വേണമെന്നല്ല, അത് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ രൂപം നിങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിടം നിങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് നൽകാൻ
നിങ്ങൾ തീരുമാനിച്ചാൽ ആ ഇടത്തിലൂടെ ഞാൻ സ്വന്തമാക്കുന്നത് ആ ഭവനം മുഴുവനും. ആ ഭവനം മുഴുവനും ഞാൻ സ്വന്തമാക്കുമ്പോൾ പിന്നീട് അത് നിങ്ങളുടെ വീടല്ല, മറിച്ച് അത് നമ്മുടെ വീടാണ്. ഈശോ നമ്മോട് പങ്കുവയ്ക്കുന്നത് അതാ, ഇത് നിൻ്റെയോ നിങ്ങളുടെയോ വീടല്ല, മറിച്ച് ഇത് നമ്മുടെ വീടാണ്. അങ്ങനെ അത് ഈശോയുടെ വീട് കൂടെ ആകുമ്പോൾ നാം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ആ വീട്ടിലേക്ക് വരാത്ത സമാധാനം, സ്വസ്ഥത, സന്തോഷം നാം പോലും അറിയാതെ ആ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരാനായിട്ട് ആരംഭിക്കും. അതേ പ്രിയമുള്ളവരെ, എൻ്റെ വീട്ടിലെ ഒരിടം അത് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് എൻ്റെ വീടിനെ ഈശോയുടെ വീടാക്കി മാറ്റാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഈശോ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. മൂന്നാമത്, കുരിശ്. പ്രിയമുള്ളവരെ, അത്രയും നാൾ കുരിശ് ശിക്ഷയുടെ പ്രതീകമായിരുന്നില്ലേ? പക്ഷേ അന്നു മുതൽ അത് രക്ഷയുടെ പ്രതീകമായിട്ട് മാറി. അതെ, വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റമാണ് കുരിശിന് സംഭവിച്ചത്. കുരിശ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങളാണ്, സങ്കടങ്ങളാണ്, പരാതികളാണ്, വേദനകളാണ്. ഇതെല്ലാം ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുക. അങ്ങനെ കൊടുക്കാൻ സാധിച്ചാൽ ഈശോ പറയുന്നു, ഞാൻ അതിന് സമൂലമായ മാറ്റം വരുത്തി സന്തോഷമായി, കൃപയായി നിനക്ക് തിരികെ തരുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിലെ വേദനകളെ, കഷ്ടപ്പാടുകളെ അത് പരാതിയോടുകൂടെ നമ്മളിങ്ങനെ സ്വീകരിക്കുമ്പോൾ അതെന്നും ഒരു സഹനമായി, വേദനയായി, കഷ്ടപ്പാടായി നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുനാഥൻ, ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിൻ്റെ ജീവിതത്തിലെ വേദനകളെ, സഹനങ്ങളെ, കഷ്ടപ്പാടുകളെ, ആകുലതകളെ അത് എൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കാം. അങ്ങനെ ഞാൻ കുരിശിന് ശിക്ഷയുടെ പ്രതീകത്തിൽ നിന്ന് രക്ഷയുടെ പ്രതീകത്തിലേക്ക് കൈപിടിച്ചു നടത്തിയതുപോലെ നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ, സങ്കടങ്ങളെ, ദുഃഖങ്ങളെ അത് സ്നേഹമായി, സന്തോഷമായി, സമാധാനമായി രൂപപരിണാമം നടത്തിയിട്ട് ഞാൻ നിനക്ക് തിരികെ തരും. ആയതിനാൽ ജീവിതത്തിലെ സങ്കടങ്ങളെ, സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് ക്രിസ്തുവിലേക്ക് നമ്മളുടെ സഹനങ്ങളെ സമർപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ അനുദിന ജീവിതത്തിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും നമ്മളുടെ കുടുംബത്തെയും നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങളെയും കർത്താവിന് കൊടുക്കുമ്പോൾ അവസാനത്തെ പ്രതീകമായ കല്ലറ അത് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മളുടെ ജീവനെയാണ്. ജീവൻ എന്ന് പറയുമ്പോൾ അവസാനിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്ന വലിയ ബോധ്യത്തോടു കൂടിയ ജീവനെ അത് നാം പോലും അറിയാതെ ഈശോയിലേക്ക് പകർന്നു നൽകുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ 4 സംഭവങ്ങളിലൂടെ 4 പ്രതീകങ്ങൾ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ ആ 4 പ്രതീകങ്ങളുടെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി അതെൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും നോക്കിയിട്ട് പറയും, ഈ വിശുദ്ധവാരത്തിലൂടെ കടന്നു വന്ന നീ ഒരു വിശുദ്ധിയുടെ പരിവേഷം ആസ്വദിച്ചാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് വളരെ എളുപ്പത്തിൽ നിന്നെ ഉയർത്താൻ പറ്റുന്നുണ്ട്. കാരണം നിൻ്റെ കൂടെ നിൻ്റെ പാപത്തിൻ്റെ ആ ഒരു ഭാരം അത് നഷ്ടമായിരിക്കും. ഈ ഭാരം ഇനിയും നിൻ്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നീ പ്രത്യേകം പരിശ്രമിക്കണം എന്ന സന്തോഷത്തോടു കൂടെയുള്ള ആ ഒരു ആഹ്വാനത്തിന്, ഈശോയുടെ അധരങ്ങളിൽ നിന്നുള്ള ആഹ്വാനത്തിന് അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധവാരം എന്ന് പറയുന്നത് ആ വാരത്തിൽ വിശുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ വാരത്തിലൂടെ കടന്നു വന്ന ഞാൻ വിശുദ്ധിയുടെ പരിവേഷം ആസ്വദിക്കുന്നത് കൊണ്ടുകൂടെയാണ്. ആ ഒരു തലത്തിലേക്ക് ഈ വിശുദ്ധവാരത്തെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, വേറൊന്നുകൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. ആ രൂപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധവാരത്തിലെ എല്ലാ സംഭവങ്ങളും ആ രൂപത്തിൽ നിന്ന് ഒന്ന് ആസ്വദിക്കണം. ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി നാം ദൈവാലയത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മളുടെ ഒരു ഉറ്റ സുഹൃത്ത് നമ്മളോട് ചോദിക്കുക, അവിടെ പോവാ,
അപ്പോൾ നാം അവനോട് പറയാണ്, അല്ലെങ്കിൽ അവളോട് പറയാണ്, ഞാൻ ഈശോയുടെ ഉത്ഥാനം ചെയ്ത രൂപത്തിൻ്റെ മുമ്പിൽ ഒരല്പസമയം ചെലവഴിക്കാൻ പോവാണ്. ഞാൻ പറയുന്ന ഈ സുഹൃത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അവൻ ക്രിസ്ത്യാനിയല്ല. ഒപ്പം ഇതുകൂടെ നമുക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കാം, അവന് ക്രിസ്തുവിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു സുഹൃത്താണ്. അപ്പോൾ അവൾ നമ്മളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ക്രിസ്തു? അങ്ങനെ നമുക്കറിയാവുന്ന രീതിയിൽ ക്രിസ്തുവിനെ പറ്റി അവനുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, അവളുമായിട്ട് പങ്കുവയ്ക്കുക. എന്നിട്ട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ സമയം ചെലവഴിക്കാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപമാണ്. എന്നിട്ട് അവളോട് പറഞ്ഞു കൊടുക്കണം, മരണത്തെ തോൽപ്പിച്ച എൻ്റെ ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവൾ വളരെ ആകാംക്ഷയോടെ നമ്മളോട് ചോദിക്കും, ഞാനും വന്നോട്ടെ. സന്തോഷത്തോടുകൂടെ നമുക്ക് ആ സുഹൃത്തിനെയും കൂട്ടി ഈശോയുടെ ഉത്ഥാനം ചെയ്ത തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ അങ്ങനെ സമയം ചെലവഴിക്കാം. ഞാൻ പറഞ്ഞു കൊടുത്ത അറിവിൽ നിന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കിയ എൻ്റെ സുഹൃത്ത് ആ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളോട് വളരെ നിഷ്കളങ്കമായിട്ട് ഒരു ചോദ്യം ചോദിക്കുക. നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, മരണത്തെ തോൽപ്പിച്ചവനാണ് നിൻ്റെ ദൈവം, അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം, മരണത്തെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള നിൻ്റെ ദൈവമായ ക്രിസ്തുവിന് എന്തുകൊണ്ടാണ് ശരീരത്തിലെ ഈ 5 മുറിപ്പാടുകളെ മാറ്റാൻ സാധിക്കാതെ പോയത്? പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഇതിന് എന്ത് മറുപടി ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മരണത്തെ തോൽപ്പിച്ചവന്, മരണത്തെ തോൽപ്പിച്ച് ജീവൻ്റെ പരമോന്നതമായ സത്യം നമുക്ക് മുമ്പിൽ വിളിച്ചോതുന്ന ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ഈ തിരുസ്വരൂപത്തിൽ എന്തുകൊണ്ട് അവൻ ഈ മുറിപ്പാടുകൾ മായ്ക്കാതെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക? അവൻ അബദ്ധം പറ്റിയതാണോ, അതോ മനഃപൂർവ്വം അത് മായ്ക്കാതിരുന്നതാണോ? വ്യക്തിപരമായ ധ്യാനത്തിലൂടെ നമുക്കൊക്കെ വ്യക്തമായി പറയാൻ പറ്റും, അത് മനഃപൂർവ്വം മായ്ക്കാഞ്ഞത്. ആ മുറിപ്പാടുകൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന വലിയ സത്യമുണ്ട്, ഞാൻ മരണത്തെ തോൽപ്പിച്ച് വിജയിച്ചത് ഈ മുറിപ്പാട് ഉള്ളതുകൊണ്ട്. എൻ്റെ ജീവിതത്തിലെ വേദനകളെ, സഹനങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പീഡാനുഭവങ്ങളെ, കുരിശുമരണത്തെ, അത് ദൈവീക കൃപയാൽ ആസ്വദിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് എനിക്ക് മരണത്തെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചത്. അതെ, ഈ ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ നമ്മോട് പറയാതെ പറയുന്ന വലിയ സത്യം ഇതാണ്, നിൻ്റെ ജീവിതത്തിൽ വിജയം ആസ്വദിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹനങ്ങളും അത്യന്താപേക്ഷിതം. അതേ പ്രിയമുള്ളവരെ, വിജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരുടെ ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ആ വിജയത്തിന്, വിശ്വസ്തത എന്ന വലിയ സത്യത്തിന് പ്രാധാന്യം നൽകാൻ സമൂഹം വിട്ടുപോകുന്നുണ്ട്. ഒരു പരീക്ഷയിൽ ജയിക്കാൻ കോപ്പിയടിച്ച് ജയിക്കുന്നവരില്ലേ? അവിടെ വിജയമുണ്ട്, പക്ഷേ വിശ്വസ്തതയിൽ. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ചെയ്ത രൂപം വിശ്വസ്തതയിലൂടെ സ്വന്തമാക്കിയ വിജയത്തെ പ്രഘോഷിക്കുമ്പോൾ അത് നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന സത്യവും വേറൊന്നുമല്ല. നീ വിജയിക്കണം, പക്ഷേ അത് ആരെയും പറ്റിച്ചിട്ടോ കബളിപ്പിച്ചിട്ടോ എളുപ്പവഴിയിലൂടെയോ ആയിരിക്കരുത്. മറിച്ച് യഥാർത്ഥത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിജയം സ്വന്തമാക്കുമ്പോൾ അത് വിശ്വസ്തതയിലൂടെ സ്വന്തമാക്കുന്ന വിജയമാണ്. ആ വിജയത്തിന് വലിയ മൂല്യമുണ്ട്, വലിയൊരർത്ഥമുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ ആ തിരുസ്വരൂപത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്ന ഈ വലിയ സത്യങ്ങളെ നമ്മുടെ ചങ്കോട് ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ഒന്നൊരു ആത്മപരിശോധന ചെയ്യണം. സമയം കിട്ടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയം ഈശോയുടെ ഈ ഉത്ഥാനം ചെയ്ത തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് ഈ വലിയ നോയമ്പിലൂടെ ഞാൻ കടന്നു വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവീക കൃപകളും ദൈവീക കാര്യങ്ങളും പുണ്യങ്ങളും ഒക്കെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പലതും നാം മാറ്റിവെച്ചു, പല നല്ല കാര്യങ്ങളും ചെയ്തു,
പല പ്രാർത്ഥനകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഉത്ഥാനത്തിന് ശേഷം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്നു എന്ന് ക്രിസ്തുവിന് തോന്നിയാൽ അവനോട് തന്നെ അറിയാതെ പറഞ്ഞു പോകും, ഞാൻ അനുഭവിച്ച പീഡാനുഭവത്തിനും മരണത്തിനും അർത്ഥമില്ലാതായിപ്പോയല്ലോ. അതേ പ്രിയമുള്ളവരെ, ഉദ്ധിതൻ തൻ്റെ തിരുമുറിവുകൾ നമ്മളുടെ മുമ്പിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് നമ്മോട് ചോദിക്കുന്നുണ്ട്, ഈ മുറിവുകൾ പാഴായിപ്പോയതാണോ, അതോ അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടായോ? പ്രിയമുള്ളവരെ, ലോകം മുഴുവനോടുമല്ല ഈ ചോദ്യം, മറിച്ച് നിന്നോടാണ്, എന്നോടാണ്. വ്യക്തിപരമായാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. വ്യക്തിപരമായി മറുപടി കൊടുക്കുമ്പോൾ നമുക്ക് ചങ്കിൽ തൊട്ട് പറയാൻ പറ്റുമോ, ഈ വലിയ നോമ്പിലൂടെ വിശുദ്ധവാരത്തിലൂടെ ഞാൻ കടന്നു പോന്നപ്പോൾ ഞാൻ കൂടെ കൂട്ടിയിരുന്ന നല്ല പ്രാർത്ഥനകളും നല്ല ശീലങ്ങളും അതിന് ശേഷവും എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കൂടെയുണ്ട് എന്ന ബോധ്യം എൻ്റെ ക്രിസ്തുവിന് കൊടുക്കുമ്പോൾ ആ ക്രിസ്തുനാഥൻ നമ്മോട് പറയും, ഇപ്പോൾ എനിക്ക് ബോധ്യമുണ്ട്, എൻ്റെ പീഡാനുഭവവും മരണവും പാഴായിപ്പോയിട്ടില്ല. അതേ പ്രിയമുള്ളവരെ, ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ചങ്കിൽ തൊട്ട് പറയാൻ പറ്റണം, ഈശോയെ, നിൻ്റെ മരണം, നിൻ്റെ പീഡാസഹനം, നിൻ്റെ വേദന അത് ഞാൻ മൂലം ഒരിക്കലും പാഴായി പോകത്തില്ല. അങ്ങനെ പാഴാക്കി കളയാൻ അനുവദിക്കില്ല എന്ന ഒരു ധൈര്യത്തോടു കൂടെ ഈശോയ്ക്ക് മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിനോടുകൂടെ ഒരു കാര്യം കൂടെ പങ്കുവയ്ക്കുകയാണ്. ഒരിടവകയിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ ഈസ്റ്റർ ആഘോഷവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വിളിച്ചുകൂട്ടുകയുണ്ടായി. അങ്ങനെ കമ്മിറ്റി വിളിച്ചുകൂട്ടി ചർച്ചയിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു തീരുമാനമായി ഏതാണ്ട് ഒരു 1.25 ലക്ഷം രൂപയോളം ചിലവ് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകൾക്ക് ചെറിയൊരു മുറുമുറുപ്പ്, ഇത്രയും കാശ് മുടക്കേണ്ട കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, ചർച്ചയായി. അങ്ങനെ ഏതാണ്ട് ഒരു ഭൂരിഭാഗം പേരും ഇത് അനാവശ്യമായ ഒരു ചെലവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ വായിൽ നിന്ന് അറിയാതെ അടർന്നു വീണ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: സെബസ്റ്റ്യാനോസ് ഉണ്ണിയാളൻ്റെയും അന്തോണീസ് ഉണ്ണിയാളൻ്റെയും ഗീവർഗീസ് ഉണ്ണിയാളൻ്റെയും ഒക്കെ തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്, സമ്പത്തുണ്ട്, പ്രസിദ്ധേന്തിമാരുണ്ട്, എല്ലാമുണ്ട്. ഇതിന് മാത്രം നിങ്ങൾക്ക് കുറച്ച് കാശ് ചെലവാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? പ്രിയമുള്ളവരെ, മനഃപൂർവ്വം പറഞ്ഞതല്ല, അറിയാതെ പറഞ്ഞു പോയതാണ്. കാരണം ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഏതാണ്ട് 2 മാസം മുമ്പ് ഏതാണ്ട് ഒരു 11 ലക്ഷത്തോളം രൂപ മുടക്കി ആ ഇടവകയിലെ മധ്യസ്ഥൻ്റെ തിരുനാൾ സാഘോഷം ആഘോഷിച്ചതേ ഉള്ളൂ. അതിനൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ 1.25 ലക്ഷം രൂപ അത് അവർക്ക് അധിക ചെലവായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അറിയാതെ പറഞ്ഞതാണെങ്കിലും അതിനൊരർത്ഥമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുക. വിശുദ്ധരുടെ സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് സമയമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, അതിന് പ്രസിദ്ധേന്തിമാരുണ്ട്, അതിന് ലക്ഷങ്ങളുടെ വെടിക്കെട്ട് നടത്തുന്നതിനൊക്കെ നമുക്ക് സമയവും സമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈശോയുടെ ഉത്ഥാന തിരുനാളിന് നാം അത്രമാത്രം പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു? പ്രിയമുള്ളവരെ, വ്യക്തിപരമായ പരിശോധനയ്ക്ക്, വിചിന്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനിത് പകർന്നു നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ ഉത്ഥാന തിരുനാളില്ല എങ്കിൽ അമ്പ് തിരുനാളില്ല, ഊട്ടുതിരുനാളില്ല, ഇടവക തിരുനാളില്ല, വേറൊരു തിരുനാളുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കർത്താവ് ഉയർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ വിശ്വാസവും അധ്വാനവും ഒക്കെ വ്യർത്ഥമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് കർത്താവിൻ്റെ ഉത്ഥാന. ഈ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റ് തിരുനാളുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നാം പോലും ദൈവത്തിൻ്റെ ആ ഒരു രാജ്യത്തിൽ നിന്ന് അറിയാതെ അകന്നു പോകുന്നുണ്ട് എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇടവകയിലെ തിരുനാളുകളൊക്കെ മാറ്റിവെക്കണമെന്നല്ല പറയുന്നത്. വ്യക്തിപരമായി ഒരു തീരുമാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എടുക്കണം. ഞാൻ എല്ലാ തിരുനാളുകളും ആഘോഷിക്കും, പക്ഷേ ആ തിരുനാളുകളൊക്കെ ആഘോഷിക്കുമെങ്കിലും
ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കാൻ പോകുന്ന തിരുനാൾ അത് ഈശോയുടെ ഉത്ഥാന തിരുനാളായിരിക്കും. അങ്ങനെ ഈശോയുടെ ഉത്ഥാന തിരുനാളിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നിശബ്ദമായി അന്തോണീസ് പുണ്യാളനും സെബസ്ത്യാനോസ് പുണ്യാളനും മറ്റ് സ്വർഗീയ മധ്യസ്ഥരും വിശുദ്ധരും മാലാഖമാരും പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസേപ്പും ഒക്കെ ഇത് പറയാതെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ തിരുനാളിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആ തിരുനാളുകൾക്ക് പ്രാധാന്യം കുറക്കണം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ തിരുനാളുകൾ അങ്ങനെ തന്നെ നിന്നുകൊള്ളട്ടെ. പക്ഷേ അതിനും ഒരു പടി മുകളിലായി കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിനെ കൊണ്ടുവയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ, അത് ബാഹ്യമായ ആഘോഷങ്ങളിലൂടെ, ഇടവകയിലെ ആഘോഷങ്ങളിലൂടെയൊക്കെ മാറ്റിവയ്ക്കാനല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായി ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തോട് എനിക്ക് ചങ്കിൽ തൊട്ട് പറയാൻ പറ്റണം. ഇടവക മധ്യസ്ഥൻ്റെയും അന്തോണീസിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും ഗീവർഗീസിൻ്റെയും എന്നല്ല, ഏതൊരു വിശുദ്ധൻ്റെയും തിരുനാൾ ആഘോഷത്തിനും മുകളിലാണ് ഈശോയെ നിൻ്റെ ഉത്ഥാന തിരുനാളിനെ ഈ ചങ്കിൽ സ്ഥാനം എന്ന് പറയാൻ പറ്റിയാൽ, അത് ജീവിതത്തിലൂടെ ഒന്ന് പ്രഘോഷിക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന് കുറച്ചുകൂടെ അർത്ഥം കൈവരും. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിന് കുറച്ചുകൂടെ അർത്ഥം കൈവന്നുകൊണ്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ഒരു മകനായി, മകളായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.